ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ എന്നാൽ നല്ല രുചികരമായിട്ടുള്ള ഒരു വെജിറ്റബിൾ പുലാവാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ വെജിറ്റബിൾ പുലാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് ബാസ്മതി റൈസാണ് എടുക്കുന്നത്. ആദ്യം ഈ അരി നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 30 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കണം. അരമണിക്കൂറിന് ശേഷം വീണ്ടും അരി കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിവിടെ അരി നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഈ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഞാനിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പുലാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 10 കാഷ്യൂ നട്ട്സാണ് ചേർത്തത്. ഇത് ഒരുപാടങ്ങ് കളറ് മാറുന്നത് വരെ അങ്ങ് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് 2 ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തത്. ഇനി ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കണം. തീ ഏറ്റവും കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ജീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ഏലയ്ക്ക, 2 ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 1 തക്കോലം ഇത്രയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയാണ് എടുത്തത്. സവാള ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ചേർത്തത്. ഇതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളക് കീറിയതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് 3 ഉരുളക്കിഴങ്ങാണ്. 3 മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്തത്. എന്നിട്ട് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ക്യാരറ്റാണ് ചേർക്കുന്നത്. ബീൻസും ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബീൻസ് ചേർക്കുന്നില്ല. അതുപോലെ നമുക്ക് ഗ്രീൻ പീസും ഇതിൽ ചേർക്കാം. ഫ്രോസൺ ഗ്രീൻ പീസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാനിത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് ഗ്രീൻ പീസാണ്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 കപ്പ് ബസ്മതി റൈസാണ് നമ്മൾ 30 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്നത്. അതുകൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരി പൊടിഞ്ഞു പോകാതെ വേണം ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. 2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇത് ചൂടുവെള്ളമല്ല ചേർത്തിട്ടുള്ളത്, നോർമൽ വാട്ടറാണ് ഇതിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷമാണ് നമ്മളിതൊന്ന് അടച്ച് വയ്ക്കുന്നത്. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് അല്പം ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ മാത്രമേ ചോറ് പാകമായി കഴിയുമ്പോൾ ഉപ്പ് പാകത്തിനുണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് അടച്ച് വയ്ക്കുകയാണ്. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ച ശേഷം
ഞാനിത് തുറന്നിട്ടുണ്ട്. ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ ഇതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഇതിനു മുമ്പ് ഒരു സേമിയ പുലാവിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കാണാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അരിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന അരിക്കനുസരിച്ച് ഇത് വേവിച്ചെടുക്കുന്നതിൻ്റെ സമയത്തിൽ വ്യത്യാസം വന്നേക്കാം. ഞാനിപ്പോൾ ദാവത്ത് ബ്രാൻഡിൻ്റെ ബാസ്മതി റൈസാണ് എടുത്തത്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടി. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ പുലാവാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്